ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സുരേഷ് നടുവത്ത്, പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം അധ്യാപകനാണ്. പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂള് UP വിഭാഗം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പുതുമയേറിയ പരിപാടിയിലേക്ക് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പഠനം മാത്രമല്ല കുട്ടിക്കാലത്തിൻ്റെ പ്രത്യേകത. പഠിക്കുന്നതിനൊപ്പം തന്നെ കളിക്കണം, രസിക്കണം, അവരുടേതായിട്ടുള്ള സ്വച്ഛ ലോകങ്ങളിലൂടെയൊക്കെ അവർ വിഹരിക്കണം. അതാണ് ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലം. അതിൽ തന്നെ പ്രത്യേകിച്ചും LP UP ക്ലാസ്സുകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിലുള്ള ഉച്ചനീചത്വങ്ങളോ അല്ലെങ്കിൽ ലിംഗഭേദങ്ങളോ ഇല്ലാത്ത വളരെ തുറന്ന മനസ്സോടുകൂടി ഇടപെടുന്ന അവരുടെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു കാലമാണ്. പിന്നീട് മനുഷ്യൻ മാറുമ്പോഴാണ് മനുഷ്യത്വം എന്നുള്ള വാക്കിൽ നിന്ന് അപ്പുറമുള്ള മറ്റ് ചില അർത്ഥങ്ങളിലേക്ക്, സ്വാർത്ഥ ലോകങ്ങളിലേക്കൊക്കെ മനുഷ്യൻ അറിയാതെ പോകുന്നത്. പക്ഷേ ഈ കെട്ട കൊറോണ കാലത്ത് നമ്മുടെ സ്കൂളുകളെല്ലാം പൂട്ടിയിരിക്കുന്ന ഈ സമയത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സ്വച്ഛമായിട്ടുള്ള രീതി മാത്രമല്ല നമ്മളുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ കളികൾ, അവരുടെ വിനോദങ്ങൾ, അവരുടെ കലാസപര്യകൾ, പല രീതിയിലുള്ള കലകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ, ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട ഒരു കെട്ട കാലം കൂടിയാണ് ഇന്ന്. ആ കാലത്തിലാണ് ജീർണത ചേറ്റിൽ താഴുന്നു പുഴ പൂർണ്ണത നോക്കിപ്പായുന്നു എന്ന വൈലോപ്പിള്ളിയുടെ വരികളെപ്പോലെ ഞാൻ ഈ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ UP വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ നവമാധ്യമ വേദിയിലൂടെയുള്ള സ്കൂൾ കലോത്സവത്തെ കാണുന്നത്. നവം 2020 എന്നാണ് ഈ UP സ്കൂൾ കലോത്സവത്തിന് പേരിട്ടിരിക്കുന്നത്. ഏറെ പ്രത്യേകതകൾ തോന്നി ആ പേര് കേട്ടപ്പോൾ. നവം എന്നുള്ളത് പുതിയ എന്നുള്ള അർത്ഥമുണ്ട്, നവമാധ്യമം എന്നുള്ള അർത്ഥമുണ്ട്. നവംബറിൻ്റെ തുടക്കവും നവം തന്നെയാണ്. അങ്ങനെ പുതിയ നവമാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾക്ക് ആടാനും പാടാനും അവരുടെ സർഗസിദ്ധി അവതരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം. ഇതിനെപ്പറ്റി പങ്കുവെച്ചത് ജലജ ടീച്ചറാണ്. UP വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപികയും എൻ്റെ സുഹൃത്തുമാണ് അവർ. അതോടൊപ്പം UP വിഭാഗം HM, അതേപോലെ തന്നെ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സാറ്, വേറെയും ധാരാളം പേര് ഇതിനോട് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. ഏതായാലും കുട്ടികൾ കളിക്കട്ടെ, രസിക്കട്ടെ, അവരുടെ കലാപരിപാടികളെല്ലാം തന്നെ അവർ അവതരിപ്പിക്കട്ടെ. നമുക്ക് ഈ നവമാധ്യമത്തിൻ്റെ വേദിയിലൂടെ പരസ്പരം, ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ, നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികൾക്ക് വേദിക്ക് അരങ്ങൊരുക്കാം, അത് കാണാം, അത് ആസ്വദിക്കാം. കാരണം എല്ലാ ദുരന്തങ്ങൾക്കും അപ്പുറം വീണ്ടും പുതിയ സ്വപ്നലോകങ്ങളെയാണ്, വീണ്ടും പുതിയ നവലോകങ്ങളെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. നവം 2020 സ്കൂൾ UP പാലേമാട് ശ്രീ വിവേകാനന്ദ UP സ്കൂൾ കലോത്സവത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.